ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കോൺസെപ്റ്റ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടാൻജൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും കൺസെപ്റ്റ്സും ഒക്കെ ട്രോൾസ് ഒക്കെ വെച്ച് നല്ല രസകരമായിട്ട് കാണുകയുണ്ടായി. ഈ ഒരു സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ടാൻജൻസ് എന്ന് പറയുന്ന പാഠത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിൽ ഏറ്റവും അധികം ചോദിച്ച് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഏതാനും ചില പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചിത്രത്തിൽ പി സി ഒരു തൊടുവരയാണ്. തൊടുവര എന്ന് ഉദ്ദേശിക്കുന്നത് ടാൻജന്റിനെയാണ്. അതിൽ പി സി ഈക്വൽ ടു 12, പി ബി ഈസ് ഈക്വൽ ടു 8 ആൻഡ് പി ക്യു ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ എ പി എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ആദ്യം ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഏതൊരു പ്രോബ്ലം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും തന്നിരിക്കുന്ന ഡാറ്റ അത് ഒരു പിക്ചർ ഫോർമാറ്റിലോ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആയിട്ടോ നമ്മുടെ പേപ്പറിലേക്ക് നമുക്ക് പകർത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഫിഗർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് റഫായിട്ടൊന്ന് വരച്ചാൽ മതി. ഇതിൽ വൃത്തിയിലൊന്നും വേണ്ട, റഫായിട്ട് നമുക്ക് മനസ്സിലാവാവുന്ന പോലെ അത് വരയ്ക്കുക. അതിലുള്ള കാര്യങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫിഗർ നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നിരിക്കുന്ന ഡാറ്റയാണിത്. ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പി എ എന്ന് പറയുന്ന ഈ ലൈനിന്റെ ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടാൻജൻസിൽ ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ പഠിക്കുകയുണ്ടായി. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു കോഡിനെ നീട്ടി വരച്ചിട്ട് കിട്ടുന്ന ഒരു പോയിന്റിൽ നിന്നാണ് ഒരു ടാൻജന്റ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷൻ എല്ലാവരും വളരെ പ്രധാനമായിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിലൊട്ടും ബുദ്ധിമുട്ടില്ല. ഇതിൽ തന്നിരിക്കുന്ന വാല്യൂസ് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാര്യം നമുക്ക് നോക്കണ്ടു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം നോക്കാം. പി എ എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനെ പി എ എന്ന് തന്നെ എഴുതാം. ഇൻറ്റു പി ബി നമുക്ക് തന്നിട്ടുണ്ട് 8 ആണ്. ഇസ് ഈക്വൽ ടു 12 ആണ് പി സി. 12 സ്ക്വയർ എന്ന് എഴുതാം. 12 സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. ഇതിൽ നിന്ന് നമുക്ക് പി എ ഇസ് ഈക്വൽ ടു 144/8 എന്ന് കാണാൻ പറ്റും. ഇതിൽ ഈ 8നെ താഴത്തേക്ക് എടുത്താൽ 144/8 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 18 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ സെക്കൻഡ് ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമുക്കൊന്നുകൂടി നോക്കാം. ക്യൂവിൽ നിന്ന് സിയിലേക്ക് വരയ്ക്കുന്ന തൊടുവരയുടെ നീളം എത്രയാണ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ക്യൂവിൽ നിന്ന് സിയിലേക്ക് വരയ്ക്കുന്ന തൊടുവരയുടെ നീളം. അപ്പൊ നമുക്ക് ഫിഗറിലൊന്ന് നോക്കാം. ക്യൂവിൽ നിന്ന് സിയിലേക്ക് എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് ഇവിടേക്കാണ്. ക്യൂവിൽ നിന്ന് സിയിലേക്ക്, അതായത് ക്യൂവിൽ നിന്നുള്ള ഒരു ടാൻജന്റ് ടു സി. അപ്പൊ നമ്മൾ ജസ്റ്റ് റഫായിട്ടൊന്ന് മുട്ടിച്ച് വരയ്ക്കുകയാണ്. ക്യൂവിൽ നിന്ന് സിയിലേക്ക് നമ്മളിപ്പോൾ വരച്ചു. ഇനി അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനും നേരത്തെ ഉപയോഗിച്ച സെയിം പ്രിൻസിപ്പിൾ നമുക്ക് ഉപയോഗിക്കാം. ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. കാരണം നേരത്തെ പിയിൽ നിന്ന് ടാൻജന്റ് വരച്ചു, ഇപ്പൊ അതിന് പകരം ക്യൂവിൽ നിന്ന് ടാൻജന്റ് വരച്ചു. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യാം? ക്യൂ എ ഇൻറ്റു ക്യൂ ബി ഇസ് ഈക്വൽ ടു ക്യൂ സി സ്ക്വയർ. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ക്യൂ എ ഇൻറ്റു ക്യൂ ബി ഇസ് ഈക്വൽ ടു ക്യൂ സി സ്ക്വയർ. ഇതിൽ അറിയാവുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഇതുവരെ 2 ആണ്. പി എ എന്ന് പറയുന്നത് 18 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ 18, അവിടെ നമ്മൾ 2. അപ്പൊ അങ്ങനെ ആകെ 20 വരും. ക്യൂ എ എന്ന് പറയുന്നത് 20 വരും. ഇൻറ്റു ക്യൂ ബി എന്ന് പറയുന്നതോ, ക്യൂ ബി എന്ന് പറയുന്നത് 8+2 10 ആണ് വരിക. അതാണ് ക്യൂ സി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ക്യൂ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 200 എന്ന് കിട്ടി. ക്യൂ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 200 എന്ന് കിട്ടി. ക്യൂ സി ഇസ് ഈക്വൽ ടു √200. നമുക്ക് ഏകദേശം എത്ര വരും? 10√2 സെന്റിമീറ്റർ എന്ന് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഈ സ്റ്റേജ് വരെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇത് എത്താനുള്ള വഴി നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഈ 200ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
2 ഇൻറ്റു 100 എന്ന് എഴുതാം. അതിൽ ഈ 100ന്റെ റൂട്ടാണ് 10, അതുകൊണ്ടാണ് നമ്മൾ 10നെ പുറത്തേക്ക് എടുത്തു, ബാക്കി √2 അകത്തേക്ക് ഇട്ടു. ഇത് അത്ര പ്രധാനമല്ല, നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തിയാലും നിങ്ങൾക്ക് സ്കോർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് നോക്കുക. ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മട്ടത്രികോണം എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഒരു മട്ടത്രികോണത്തിന് പരപ്പളവ് 60 ചതുരശ്ര സെന്റിമീറ്റർ, 60 സ്ക്വയർ സെന്റിമീറ്ററും അന്തർവൃത്ത ആരം 3 സെന്റിമീറ്ററും. അന്തർവൃത്തം എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസർക്കിളിനെയാണ്. ഇൻസർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ചുറ്റളവ് എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്. പിന്നെ ത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം, കർണം എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈപ്പോട്ടന്യൂസിനെയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന സംഭവത്തിന് നമുക്ക് ഒരു ഫിഗർ ആക്കിയിട്ട് വരയ്ക്കാം. ഇപ്പൊ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണോ അത് നമുക്ക് ആദ്യം എഴുതി വെക്കാം. ഓക്കെ, തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? പരപ്പളവ് 60 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ട് പരപ്പളവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏരിയനെയാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതി വയ്ക്കാം, ഏരിയ ഇസ് ഈക്വൽ ടു 60 സെന്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അന്തർവൃത്തത്തിന്റെ ആരം അഥവാ ഇൻസർക്കിളിന്റെ റേഡിയസ് നമുക്ക് സ്മോൾ r എന്ന് വിളിക്കാം. അത് 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ത്രികോണത്തിന്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കൺസെപ്റ്റ് കണ്ടിട്ടുണ്ടായി. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീഡിയോ കാണുന്നവർ ഇതിനു മുന്നുള്ള ടാൻജൻസിന്റെ കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന വീഡിയോയും കൂടി കാണേണ്ടതാണ്. അതിലാണ് നമ്മൾ ഈ തിയറീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ്, r ഈസ് ഈക്വൽ ടു a/s എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഈ r ആണ് ഇന്നർ സർക്കിളിന്റെ റേഡിയസ്, അല്ലെങ്കിൽ ഇൻസർക്കിളിന്റെ റേഡിയസ്, a ആണ് ഏരിയ, s നമ്മളൊരു പേര് വിളിച്ചു സെമി പെരിമീറ്റർ അല്ലെങ്കിൽ അർദ്ധ ചുറ്റളവ് എന്ന് വിളിച്ചു. അതായത് ചുറ്റളവിന്റെ പകുതിയാണ് ഈ s എന്ന് പറയുന്ന സംഭവം. അപ്പൊ ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ s കണ്ടുപിടിച്ചാൽ പോരെ, എന്നിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. r ന് നമ്മൾ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, a-ക്ക് നമ്മൾ 60 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ബൈ s എന്ന് വരും. ഇതിൽ നിന്ന് s കണ്ടുപിടിക്കണമെങ്കിൽ ബൈ s നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, 3നെ താഴത്തേക്ക് എടുക്കുന്നു, അപ്പൊ 60/3 എന്ന് വരും. നമുക്ക് സിമ്പിൾ ആയിട്ട് 20 എന്ന ആൻസർ കിട്ടും. ഇത് s ആണ്. s എന്ന് ഉദ്ദേശിക്കുന്നത് സെമി പെരിമീറ്റർ ആണ്. നമുക്ക് വേണ്ടത് ഫുൾ പെരിമീറ്റർ ആണ്, അഥവാ ചുറ്റളവ്, പൂർണ്ണമായിട്ടുള്ള ചുറ്റളവാണ് നമുക്ക് ആവശ്യം. ഈ s നെ നമ്മൾ സെമി പെരിമീറ്റർ എന്ന് വിളിക്കാൻ കാരണം പെരിമീറ്ററിന്റെ പകുതി ആയതുകൊണ്ടാണ് s. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പെരിമീറ്റർ കിട്ടണമെങ്കിൽ s ഇൻറ്റു 2 ചെയ്താൽ മതി. s ഇൻറ്റു 2 എന്ന് പറയുന്നത് 20 ഇൻറ്റു 2, അത് എത്രയാണ്? 40. ഇത്രയേ ഉള്ളൂ. ഇതാണ് അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം. പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എ പാർട്ട്. പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് കർണത്തിന്റെ നീളം എത്രയാണ്, അഥവാ ഹൈപ്പോട്ടന്യൂസിന്റെ നീളം എത്രയാണ്. ഇതാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൈപ്പോട്ടന്യൂസിന്റെ നീളം കണ്ടുപിടിക്കാനും നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു മെത്തേഡ് വീണ്ടും പഠിച്ചു വെക്കുക. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് s മൈനസ് r ആണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, s മൈനസ് r ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? s എന്ന് പറയുന്നത് 20 ആണെന്ന് അറിയാം, മൈനസ് ഇൻസർക്കിളിന്റെ റേഡിയസ് 3, അങ്ങനെ ആകെ 70 സെന്റിമീറ്റർ ആണ് ഹൈപ്പോട്ടന്യൂസിന്റെ നീളം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ ഫിഗറിൽ ഇതിൽ കാണാം. നമുക്കൊരു ത്രികോണം തന്നിട്ടുണ്ട്. അതിൽ BP3 3 സെന്റിമീറ്റർ ആണ് കർണം, അഥവാ ഹൈപ്പോട്ടന്യൂസ് 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പിക്ചർ നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് പകർത്തുന്നു. ഇനി നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫിഗർ അങ്ങനെ തന്നെ വരച്ചു. അതിൽ ഈ ലെങ്ത് 3 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഏതാ? AC ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇത് 15 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് എടുക്കാം. ഇവിടെ നിന്ന് ഇവിടെ വരുന്ന നീളം എക്സും ഇത് വൈയും ആണല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈ ആണല്ലോ 15. അത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി എഴുതി വെക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 15. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു ക്ലൂ ആണ്. ഓക്കെ, മാത്സിൽ മിക്ക ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ ഒരു വഴി കൂടെ ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ക്ലൂസ് അവർ ഇട്ട് തരും. അത്തരത്തിലുള്ള ഒരു ക്ലൂ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 15 എന്നുള്ളതാണ് അവർ തന്നിരിക്കുന്ന ക്ലൂ. നമുക്ക് ക്വസ്റ്റ്യൻ ശരിക്കും നോക്കാം.
ത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ എവിടെയാണ് ത്രികോണത്തിന്റെ അന്തർവൃത്തം? ഈ വരച്ചിരിക്കുന്നതാണ് അന്തർവൃത്തം. അതിന്റെ ആരം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നതായിരിക്കും അല്ലെ? കാരണം ഈ വരച്ചിരിക്കുന്ന വര ഇതിന്റെ ടാൻജന്റ് ആണ്. ഈ വൃത്തത്തിന്റെ ടാൻജന്റ് അഥവാ തൊടുവരയാണ് ഈ വരച്ചിരിക്കുന്ന BC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ BA എന്ന് പറയുന്നത്. അതൊക്കെ തൊടുവരകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബിയിൽ നിന്ന് പിയിലേക്കും ഡിയിൽ നിന്ന് ക്യൂയിലേക്കും രണ്ട് ടാൻജന്റുകൾ വരച്ചിട്ടുണ്ട്, രണ്ട് തൊടുവരകൾ വരച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലെ കൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരേ പോയിന്റിൽ നിന്ന് ഒരു വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന രണ്ട് തൊടുവരകൾക്കും തുല്യ നീളമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ BP3 ആണെങ്കിൽ BQവും എത്ര തന്നെയായിരിക്കും? 3 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയ വേറൊരു കാര്യം കാണാം, ഇത് 90 ഡിഗ്രീനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇത് 90 ഡിഗ്രിയാണ്. ഈ ആരം നമ്മുടെ ടാൻജന്റിൽ ഒന്ന് മുട്ടുമ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് 90 ഡിഗ്രിയാണ്. കാരണം ടാൻജന്റ് എന്ന് പറയുന്നത് ആരത്തിന് ലംബമായിട്ടുള്ള ഒരു വരയാണ്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ക്യൂവിലേക്കും വരയ്ക്കാം. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് മൊത്തം 90 ഡിഗ്രിയാണ്, രണ്ട് വശങ്ങൾ തുല്യവുമാണ്. അപ്പൊ ഇത് എന്താണ് സംഭവം? ഇതൊരു സ്ക്വയർ ആണ്. ഓക്കെ, ഒരു ഇങ്ങനെയാണ് പറയാം, സമചതുരം എന്ന് പറയാം. സമചതുരമാണ് ഇത്. അപ്പൊ ഇത് രണ്ടും 3 ആണെങ്കിൽ ഇവിടെയും 3 തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ അന്തർവൃത്തത്തിന്റെ ആരം നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ അന്തർവൃത്തത്തിന്റെ ആരം 6 ആയിരുന്നു. ഇൻസർക്കിളിന്റെ റേഡിയസ് 6, അത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ഫിഗറിൽ തന്നെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാലും മതി. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്കിത് കാണിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗറിലെ QOPB എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. ഓക്കെ, സമചതുരമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് പറയാം. ഓക്കെ, ഇനി അതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ത്രികോണത്തിന്റെ ചുറ്റളവ് എത്രയാണ്? ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചുറ്റിനുമുള്ള അളവ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ചുറ്റിനുമുള്ള അളവ്. അപ്പൊ നമുക്ക് ഓരോ വശങ്ങളായിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ബി പാർട്ടിൽ പറയുന്നത് ഓരോന്നായിട്ട് നമുക്ക് കൂട്ടാം. നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ, ഇത് ഈ വശം 3 ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ 3, ഇത് 3. അപ്പൊ +3 പ്ലസ് ഇവിടെ നിന്ന് ഇവിടം വരെ x പ്ലസ് ഇവിടെ നിന്ന് ഇവിടം വരെ x പ്ലസ് പിന്നെ y പ്ലസ് y. അങ്ങനെയാണല്ലോ വരുന്നത്. ഇതാണ് പെരിമീറ്റർ. പെരിമീറ്റർ ഞാൻ P എന്ന് വിളിക്കുന്നു. ചുറ്റളവാണ് ഈ പെരിമീറ്റർ. ഇനി നമുക്ക് ഇതൊന്ന് കൂട്ടി എഴുതാലോ. അപ്പൊ ഇത് 6 എന്ന് വരും. പ്ലസ് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ക്ലൂ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇതിൽ x + y = 15 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാരണം ഹൈപ്പോട്ടന്യൂസിന്റെ നീളമാണുള്ളത്. അത് നമുക്ക് ഇവിടെ നോക്കി നോക്കിയേ, ഈ എക്സും ഈ വൈയും, x + y, ഇതിന് പകരം നമുക്ക് ഇവിടെ 15 എന്ന് എഴുതാലോ. പ്ലസ് അതുപോലെ ഈ എക്സും ഈ വൈയും, x + yക്ക് പകരം ഇവിടെയും 15 എന്ന് എഴുതാലോ. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി എത്ര കിട്ടും? 30ഉം 36 സെന്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായി? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തന്നിരിക്കുന്ന ഒരു ക്ലൂ ആയിരുന്നു ഇത്. ആ ക്ലൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇതിങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഫിഗർ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടും അറിയാവുന്ന ഡാറ്റ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് ഏത് വിഷയമായിക്കോട്ടെ, മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും, നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നാൽ അതിൽ തന്നിരിക്കുന്ന ഡാറ്റ പകർത്തി എഴുതി വെക്കുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ. എന്നിട്ട് നമുക്ക് അറിയാവുന്ന ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ ഒരു മെത്തേഡ് നമ്മളെല്ലാവരും ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ചുള്ള വഴിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. തന്നിരിക്കുന്ന ഡാറ്റ ഫിഗർ ആയിട്ടോ അല്ലെങ്കിൽ ലെറ്റേഴ്സിലോ എഴുതുക. അത് നോക്കി നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ നോക്കാം. ഇതിന്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരപ്പളവ് എന്ന് പറയുന്നത് ഏരിയനെയാണ്. ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് കഴിഞ്ഞ് ഇതിലൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു, R = A/S എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ R നമുക്ക് പറയാം 3 ആണ്. ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. S നമുക്കറിയില്ല, പക്ഷെ പെരിമീറ്റർ നമുക്കറിയാം. വേറൊരു കാര്യം കൂടെ നമുക്കറിയാം, S = P/2 ആണ്. അഥവാ S എന്ന് പറയുന്നത് പെരിമീറ്ററിന്റെ പകുതിയാണ്, ചുറ്റളവിന്റെ പകുതിയാണ്. അപ്പൊ അതിൽ നമുക്ക് S = 36/2 എത്രയാണ് വരിക? 18 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാമല്ലോ. ഇത് S ആണ്. അപ്പൊ നമുക്കിതിൽ R എന്ന് പറയുന്നത് 3 ആണ്, ഏരിയ നമുക്കറിയില്ല, S 18 ആണ്. അപ്പൊ അതിൽ നിന്ന് A എന്ത് കിട്ടി? 18 × 3 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 18 × 3 എന്ന് പറയുന്നത് 54 സ്ക്വയർ സെന്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് വരും. ഇതാണ് നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുലാസ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ആകെ കൂടെ ഉപയോഗിക്കുന്ന ഫോർമുല ഇതേ ഉള്ളൂ. ഇതെല്ലാം ഈ ഫിഗറിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഐഡിയാസ് ആണ്. ഇത് വളരെ എളുപ്പമായിട്ടുള്ള
എന്നാൽ അത്യാവശ്യം നല്ല മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം 13, 14, 15 എന്നിങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചുറ്റളവ്, പരപ്പളവ്, അന്തർവൃത്തത്തിന്റെ ആരം, ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു ഫിഗർ വരച്ചു വയ്ക്കാം. ഇത് റഫായിട്ട് വരച്ചാൽ മതി. റഫായിട്ട് ഞാൻ ജസ്റ്റ് അളവുകൾ എടുത്ത് വരച്ചു വയ്ക്കുന്നുള്ളൂ. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിന്റെ പരപ്പളവാണ്. ഓക്കെ, പരപ്പളവല്ല, ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചുറ്റളവാണ്. ഓക്കെ, ചുറ്റളവ് എന്ന് ഉദ്ദേശിക്കുന്നത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നമുക്ക് എന്ത് ചെയ്താൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. ചുറ്റിനുള്ള അളവിനാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ 13 + 14 + 15 ഇത് എത്ര വരും? ഒരു 42 അല്ലേ? 42 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ വരിക. നമുക്ക് സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാവുന്നതാണ്. രണ്ടാമത്തതാണ് ഇതിന്റെ പരപ്പളവ് ചോദിച്ചിട്ടുണ്ട്. പരപ്പളവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏരിയയാണ്. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക ഹാഫ് BH എന്ന് പറയുന്ന ഒരു ഫോർമുല ആയിരിക്കും. ഹാഫ് BH എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇത് പ്രത്യേകിച്ച് ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഇന്നത് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഷേപ്പ് ഇല്ലാത്ത ട്രയാംഗിൾ ആണ്. അപ്പൊ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഹെറോൺസ് ഫോർമുല എന്ന് നമ്മൾ പറയും. അതിങ്ങനെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ഏരിയ = √(S × S - A × S - B × S - C). ഇനി ഇതിൽ എസ് എന്താന്നുള്ളത് ഞാൻ കുറെ മുമ്പത്തെ ക്വസ്റ്റ്യനുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പെരിമീറ്ററിന്റെ പകുതിയാണ്. ഓക്കെ, A + B + C/2. ഇതിൽ A + B + C ആണ് പെരിമീറ്റർ. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതിന്റെ പകുതിയാണ് എസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് 21 എന്ന് കിട്ടി. ഇതാണ് എസ്. ഇനി ABC എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഇതിന്റെ വശങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ഏരിയ = √21 × 21 - ABC ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. 21 - 13 × 21 - 40 × 21 - 15. ഇത് ഓരോന്നായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ വരും. ഓക്കെ, നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം 7056 ഇതിൻ്റെ അടുത്തേക്കായിട്ടാണ് നമുക്ക് ആൻസർ വരുന്നത്. 7056 ആണ് വരിക. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് √7056 = 84 എന്നാണ് വരുന്നത്, സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇത്രയാണ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതും ഈ ഒരു ഫോർമുല നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അതുപോലെ നമുക്ക് അടുത്തതിലേക്ക് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അന്തർവൃത്തത്തിന്റെ ആരം എത്രയാണ്? അന്തർവൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് സ്മോൾ r. അത് നമ്മൾ കുറെ മുന്നേ ചെയ്തിട്ടുള്ള അതേ ഫോർമുല തന്നെ. R = A/S. ഇതിൽ A നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 84 ആണ്. S എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 21 ആണ്. ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കൂടെ വരുമ്പോൾ നമുക്ക് ആൻസർ 4 എന്നാണ് വരുന്നത്. 4 സെന്റിമീറ്റേഴ്സ് ആണ് ഇതിന്റെ ഇൻസർക്കിളിന്റെ റേഡിയസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ അത്യാവശ്യം നന്നായി മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ഓരോ ക്വസ്റ്റ്യന് നേരെ അതിന്റെ മാർക്കുകൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇത് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് 5 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് വശങ്ങളെല്ലാം ഈ വൃത്തത്തിൽ തൊടുന്ന രീതിയിൽ ഒരു സമഭുജ ത്രികോണം നിർമ്മിക്കുക. സമഭുജ ത്രികോണം എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെയാണ്. ഓക്കെ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എല്ലാ വശങ്ങളും തുല്യമായ, എല്ലാ കോണുകളും തുല്യമായ ഒരു ത്രികോണം. ഓക്കെ, അതാണ് ഒരു സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുപോലെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ SLC എക്സാമിനേഷന് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ അതിൽ 4ൽ കുറയാത്ത ഒരു മാർക്കിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വരയ്ക്കാനുള്ള ഒറ്റ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിട്ട് കളയരുത്. വളരെ ഈസി ആയിട്ട് മാർക്ക് നിങ്ങൾക്ക് നേടിത്തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് 3 സെന്റിമീറ്ററിൽ ഒരു വൃത്തം വരയ്ക്കുക, എന്നിട്ട് അതിന്റെ വശങ്ങളിൽ തൊടുന്ന പോലെ ഒരു ത്രികോണം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് വരയ്ക്കാനുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 3 സെന്റിമീറ്ററിൽ നമ്മളൊരു വൃത്തം വരയ്ക്കുക. ഞാൻ വരയ്ക്കുന്നത് 3-ലല്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പത്തിൽ വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഇത് പെൻസിലാണ്, കാണാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്.
നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു വൃത്തം വരയ്ക്കും. ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇതിൽ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എന്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ചുറ്റും ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം റഫ് ആയിട്ട് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇക്വലേറ്റർ ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായ ഒരു ത്രികോണത്തിനാണ് ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയാം. ആ ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ കോൺ എത്രയായിരിക്കും? ഓരോ കോണും 60 ഡിഗ്രി വീതമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോ കോണുകളും 60 ഡിഗ്രി വീതമാണ്. ഇതിന്റെ നടുക്കിലാണ് നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു വൃത്തം വരയ്ക്കേണ്ടത്. അതായത് ഈ വൃത്തത്തിന് തൊടുന്ന പോലെ ഇത് വരയ്ക്കണം. എന്ന് വെച്ചാൽ ഈ ഇൻസർക്കിൾ വരയ്ക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ ഇതില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വൃത്തം അന്തർവൃത്തം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ട് ആരങ്ങൾ ഇങ്ങനെ യോജിപ്പിച്ചാൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും സപ്ലിമെന്ററി ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇത് ഓൾറെഡി 60 ആണെന്ന് നമുക്കറിയാം. അപ്പൊ കൂട്ടുമ്പോൾ 180 കിട്ടണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എത്ര വരണം? 120 വരണം. അവിടെ 120 ഡിഗ്രി വീതം വരണം. അങ്ങനെ എല്ലാത്തിലും വേണം. ഇവിടെ 120 വേണം, ഇവിടെ 120 വേണം. അത്രേ ഉള്ളൂ. ഈ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ആ കൺസെപ്റ്റിനാണ് ഇതിൽ മാർക്ക് വരുന്നത് ശരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അധികം ഒന്നും ഞാൻ ജസ്റ്റ് ഇതൊന്ന് കളർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്തിട്ടുണ്ട്. സർക്കിളിന്റെ ഷേപ്പൊക്കെ പോയി. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആരം നമുക്ക് വരയ്ക്കണം. ഇപ്പോൾ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി അവിടെ നിന്ന് നമുക്കൊരു ആരം വരച്ചു വയ്ക്കണം. അതിപ്പോൾ എവിടെ വരയ്ക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ആരം വരയ്ക്കുകയാണ്. ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മട്ടത്രികോണം എടുക്കണം. ഓക്കെ, മട്ടം. ഓക്കെ, പ്രൊട്രാക്ടർ എന്ന് പറയാം. നമുക്ക് പ്രൊട്രാക്ടർ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടറിൽ എത്ര ആംഗിൾ വേണം എന്നുള്ളത് നേരത്തെ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? 120 വേണം എന്നാണ് പറഞ്ഞത്. നമ്മൾ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുന്നു. 120 മാർക്ക് ചെയ്യുക. നമ്മൾ ചെയ്യേണ്ടത് 120 ഇത് യോജിപ്പിച്ചു. അപ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 120 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യണം. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സൈഡിലും കൂടെ വെക്കുക. വെച്ചു. ഇവിടെയും 120 മാർക്ക് ചെയ്യുക. ഇത്രേ ഉള്ളൂ. അപ്പം ഇതും 120 ഡിഗ്രി ആയി, ഇതും 120 ഡിഗ്രി. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ഒരു ടാൻജന്റുകൾ വരച്ചാൽ മതി. ഓരോ തൊടുവരകൾ വരയ്ക്കാം. തൊടുവര വരയ്ക്കാൻ നമുക്ക് പല വഴികളുണ്ട്. ഒരു വഴി ഞാൻ പറയുന്നത് ഇത് വേണമെങ്കിൽ കുറച്ച് നീട്ടി വരയ്ക്കുക. എന്നിട്ട് ഇതിന്റെ സമഭാജി വരയ്ക്കുക. ഇപ്പൊ നമ്മുടെ ഒരു പ്രൊട്രാക്ടർ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇവിടെ നിന്ന് 90 ഡിഗ്രിയിൽ ഒരു വര വരച്ചാൽ മതിയാവുമല്ലോ. ഓക്കെ, ഇത് കുറച്ചുകൂടെ അക്യുറേറ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് സമഭാജി വരയ്ക്കാവുന്നതാണ് കേട്ടോ. ഈ പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഇതിൽ കൂടെ ഇങ്ങനെ ഒരു വര നീട്ടി വരയ്ക്കാം. അതേപോലെ തന്നെ എല്ലാ സൈഡിലും ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ കാണാം. അങ്ങനെ എല്ലാ വശത്തേക്കും കൂടി ഞാനത് നീട്ടി വരച്ചിട്ട് കൂട്ടിമുട്ടിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ വൃത്തത്തിൽ തൊടുന്ന 3 വശങ്ങളും വൃത്തത്തിൽ തൊടുന്ന ഒരു സമഭുജ ത്രികോണം കിട്ടി. ഇനി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷർ ചെയ്ത് നോക്കാം കേട്ടോ. അതൊക്കെ മെഷർ ചെയ്ത് നോക്കിയാൽ ഇത് 60 ആയിരിക്കും. ഈ നീളമെല്ലാം തുല്യമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അതെ, ഇത് കറക്റ്റ് 68 ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ എല്ലാ ആംഗിളും 60 ആയിരിക്കും. അപ്പം അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ് 60 ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. കാരണം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് നേടിത്തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതൊന്നും പോലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം ഇതുപോലെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. ഒരു 2-3 തവണ വരച്ചാലാണ് നിങ്ങൾക്ക് ഈ സംഭവം ശരിക്കും അത് പതിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കൊല്ലം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്തർവൃത്തം വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് 3 അളവുകൾ തന്നിട്ടുണ്ട്. 8, 7, 6 സെന്റിമീറ്റർ വീതം ഒരു ത്രികോണം വരയ്ക്കുക. ആ ത്രികോണത്തിന്റെ അന്തർവൃത്തം വരയ്ക്കാനായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ത്രികോണം വരയ്ക്കലാണ്.
8, 7, 6 സെന്റിമീറ്ററുകളിൽ 8, 7, 6 സെന്റിമീറ്ററുകളിൽ നമ്മളൊരു ത്രികോണം വരയ്ക്കുക. ത്രികോണം വരയ്ക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യം നീളത്തിലല്ല ഞാൻ വരയ്ക്കുന്നത്, നിങ്ങൾക്ക് കാണാവുന്ന ഒരു വലുപ്പത്തിലേക്ക് കൂട്ടുന്നുണ്ട്. എന്നാൽ കൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇത്രയ്ക്കൊരെണ്ണം വരച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ 8 ആണെന്ന് വിചാരിക്കാം. ഞാൻ അടിയിൽ 8 സെന്റിമീറ്റർ എന്ന് വരയ്ക്കാം. ഇനി എനിക്ക് വേണ്ടത് 7 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററുമാണ്. നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കോമ്പസിൽ നമ്മൾ ഒരു എത്രയാണോ നമുക്ക് വേണ്ടത്, 7 ആണെന്നുണ്ടെങ്കിൽ 7 എടുക്കുക. ആ 7 ഇവിടെ നമ്മൾ കുത്തുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, നമ്മൾ ആർക്ക് വരച്ചിട്ടുണ്ട്. അതേപോലെ അടുത്ത നമുക്ക് 6 ആണ് വേണമെന്നുണ്ടെങ്കിൽ √6 വരയ്ക്കാം. അപ്പൊ ഈ ആർക്ക് രണ്ടും ഇവിടെ കൂട്ടിമുട്ടുന്ന കാണാം. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്കാണ് നമ്മൾ ഇത് യോജിപ്പിക്കേണ്ടത്. ജോയിൻ ചെയ്യാം, ഇതും ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ജസ്റ്റ് എഴുതാം. പിന്നെ പറഞ്ഞത് അക്യുറേറ്റ് നീളമല്ല, നിങ്ങളത് കറക്റ്റ് സ്കെയിലും അവർ തന്നിരിക്കുന്ന നീളം ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കറിയാം, ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി ഈ ത്രികോണത്തിന്റെ അന്തർവൃത്തമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ ആദ്യം അന്തർവൃത്തം എന്താണെന്നുള്ളതും കൂടെ പറയണം. നമ്മൾ കഴിഞ്ഞ കൺസെപ്റ്റിൽ പറഞ്ഞിരുന്നു, അന്തർവൃത്തം എന്ന് പറയുന്നത് ഈ ത്രികോണത്തിന്റെ ഓരോ ആംഗിളുകളും, ഓക്കെ, ഓരോ കോണുകളും സമഭാഗം ചെയ്യുന്ന വരകൾ, ഓക്കെ, അതായത് ബൈസെക്ട് ചെയ്യുന്ന വരകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന സർക്കിളാണ് ഇൻ സർക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്തർവൃത്തം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ ആംഗിളുകളായിട്ട് എങ്ങനെ ബൈസെക്ട് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഇപ്പൊ ഞാൻ ആദ്യത്തെ ഈ കോണാണ് എടുക്കുന്നത് കേട്ടോ. ഈ കോണിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം, ഇത് കോൺ വരയ്ക്കാം. ഓക്കെ, ഇവിടെ കാണുന്നതാണ് നിങ്ങളുടെ കോൺ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോൺ ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ കൊണ്ട് യോജിപ്പിക്കാം, രണ്ടറ്റവും യോജിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു വര വരച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പൊ കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ബൈസെക്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ബൈസെക്ട് ചെയ്തിട്ടുണ്ട്, അല്ല ബൈസെക്ട് അല്ല, നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ബൈസെക്ട് ചെയ്യാൻ പോകണം. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ അറ്റത്ത് നമ്മൾ പിടിക്കുന്നു, കോമ്പസ് ഈ വരയുടെ പകുതിയിലധികം എടുക്കുക. ഓക്കെ, ഇവിടെ കാണാവുന്ന പോലെ പകുതിയിൽ അധികം എടുക്കുക. അതിപ്പോൾ പകുതിയിലധികം എത്രയാണെങ്കിലും കുഴപ്പമില്ല. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇതുപോലെ ഒരു ആർക്ക് വരയ്ക്കും. അതുപോലെ തന്നെ അടിഭാഗത്തും നമ്മൾ ഒരു ആർക്ക് വരയ്ക്കും. ഇതേ നീളത്തിൽ തന്നെ ഇവിടെയും പിടിക്കുക, കോമ്പസ് മാറ്റാതെ അപ്പുറത്തെ പോയിന്റിലേക്ക് വയ്ക്കുക. അതുപോലെ ഇവിടെ മുകളിലും താഴെയും ആർക്ക് വരയ്ക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 2 ആർക്കുകൾ കൂട്ടിമുട്ടി ഉണ്ടാവും, ഇവിടെ 2 ആർക്കുകൾ കൂട്ടിമുട്ടി ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇതൊന്ന് സ്കെച്ച് കൊണ്ട് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പകുതിയിലധികം എടുത്ത് വരച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെയും കാണാം, അതുപോലെ ഇവിടെയും കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. നീട്ടി വരയ്ക്കണം, കാരണം ഈ അറ്റം വരെ മുട്ടിക്കോട്ടെ. അറ്റം വരെ മുട്ടുന്ന പോലെ തന്നെ നമുക്ക് വരയ്ക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ 3 കോണുകളും ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഓരോ കോണുകളും ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ നമുക്ക് ഇത്തിരി കൃത്യമായിട്ട് മനസ്സിലാവും. ഇതുപോലെ ഇവിടെ വരയ്ക്കുക. ഇനി ഈ ലൈൻ വരയ്ക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ കുത്തിയിട്ട് ഓൾമോസ്റ്റ് ഇതിന്റെ ഒരു പകുതിയിൽ കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ, ഒരു പകുതിയിൽ കൂടുതൽ എടുക്കുക. ഇവിടെ ഈ വശത്തുമായിട്ട് ആർക്ക് വരയ്ക്കുക. അതേ അളവിൽ തന്നെ ഇവിടെ നിന്ന് ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് നീട്ടി വരയ്ക്കണം. നീട്ടി ഈ അറ്റം മുട്ടുന്നവരെ വരച്ചോ, ഇതുപോലെ വരയ്ക്കാം. ഈ സിമിലർ പ്രൊസീജിയർ തന്നെ 3ാമത്തെ സൈഡിനും ഫോളോ ചെയ്യാം. ഓക്കെ, ഇതുപോലെ 3 സൈഡ് നമ്മൾ വരച്ചു. അപ്പൊ ഇത് രണ്ടും കൂടെ 3 കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടു. അതാണ് നമ്മുടെ ഇൻസർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കോമ്പസ് വെക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ടാൻജന്റ് നീട്ടി വരച്ചില്ലേ, ആ ടാൻജന്റ് നീട്ടി വരച്ചതിന്റെ അറ്റത്തേക്ക് വരെയുള്ള നീളം നമ്മൾ എടുക്കുക. അതേ നീളത്തിൽ തന്നെയായിരിക്കും എല്ലാ വശങ്ങളും വന്നിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി കൂട്ടി നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇൻസർക്കിൾ കിട്ടും. ഇതുപോലെ ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇൻസർക്കിൾ വളരെ കൃത്യമായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് കളർ ഞാൻ സ്കെച്ച് കൊണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് വേഗമായിട്ട് പോയത്. പക്ഷേ ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നീളം വെച്ച് ഏതൊരു ട്രയാങ്കിളിൻ്റെയും ഇൻസർക്കിൾ ഇതുപോലെ വരയ്ക്കാം.
ഇത് നിങ്ങളുടെ SLCക്ക് തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് 2-3 തവണ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതായിരുന്നു നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതലായി ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്തത്. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലുള്ള മറ്റ് ചില ക്വസ്റ്റ്യൻസ് മോഡൽ പേപ്പർ നിങ്ങളെല്ലാം എടുത്ത് പ്രത്യേകിച്ച് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തനിയെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡൗട്ടുകൾക്കൊക്കെ ആയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വരാം. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. SLC എക്സാം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എന്താ പറയുക ധൈര്യമായിട്ട് പോയി അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.